ഹായ്, ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് അവിടെ പ്രധാനമായും സംസാരിച്ച വിഷയം അനുമോൾ അനീഷ് വിഷയം തന്നെയായിരുന്നു. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു. അനുമോള് എസ് എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല, അങ്ങ് ഉരുണ്ട് കളിച്ചു. അനീഷ് പിണങ്ങിപ്പോകുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് ലാലേട്ടൻ സംസാരിച്ചത്. ലാലേട്ടൻ തമാശയായിട്ടാണ് ഈ വിഷയം എടുത്തത്. മറ്റുള്ള കണ്ടസ്റ്റൻസും അങ്ങനെ തന്നെയാണ്. അനീഷിന് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നാണ് അനീഷ് പറയുന്നത്. പക്ഷേ ഈ കോൺവെർസേഷൻ നീണ്ടുപോയപ്പോൾ അനുമോൾക്ക് അത് വലിയ സുഖകരമായി തോന്നിയില്ല. അനുമോളുടെ മുഖത്തു നിന്നും അത് വ്യക്തമാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, അനുമോൾ കൃത്യമായിട്ട് ഇപ്പോൾ അവിടെ പറയുന്നുണ്ട്, ആ വ്യക്തിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എന്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല എന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇവിടെ അനീഷിന്റെ ഭാഗത്താണ് തെറ്റ്, അനുമോളുടെ ഭാഗത്താണ് തെറ്റ്. അനുമോളുടെ ഭാഗത്തുള്ള തെറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൃത്യമായി തന്നെ പറയണം. നോ പറയാൻ അനുമോൾ സ്വീകരിച്ച വഴി അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവിടെ കിടന്ന് ഉരുണ്ട് ചിരിച്ച് മറിഞ്ഞ് അങ്ങനെ നോ പറയുമ്പോൾ അതൊരു സുഖകരമായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇതാണ് അനുമോളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. അനീഷിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോൾ തന്റെ സഹോദരിയെ പോലെയാണ്, എന്റെ അനിയത്തി കുട്ടിയാണ് എന്ന് മുൻപ് പറഞ്ഞിട്ട് പിന്നെ കല്യാണം ആലോചിച്ചത് വലിയ സുഖകരമായിട്ട് തോന്നിയില്ല. അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, ഇതെന്റെ പെങ്ങളാണ്, ഇതെന്റെ ആങ്ങളെയാണ് എന്ന് പറഞ്ഞ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് പല തമാശകളും നമ്മളോട് കാണിക്കും. അതിനെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അത് കണ്ട് അവരെ പ്രണയിക്കുന്നത് വലിയ തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ലാലേട്ടൻ കൃത്യമായി പറയുന്നു, പ്രണയിക്കാൻ ആരുടെയും അനുവാദം വേണ്ട, നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾക്ക് ആരെ പ്രണയിക്കണം എന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ തിരിച്ച് നമ്മളെ പ്രേമിക്കണം, പ്രണയിക്കണം, കല്യാണം കഴിക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അത് അവരുടെ മാത്രം ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അനീഷ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയ കാര്യത്തെക്കുറിച്ചാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ കൃത്യമായി പറയുന്നു. അതായത് അനീഷിന് വേണമെങ്കിൽ പ്രേമിക്കാം, പക്ഷെ അവർ പ്രേമിക്കണം എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല, അത് അവരുടെ മാത്രം ഇഷ്ടമാണ് എന്ന് ലാലേട്ടൻ പറയുന്നു. തീർച്ചയായും കൃത്യമായിട്ടുള്ള കാര്യം. അനുമോള് ഇന്നലത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്, എനിക്ക് അനീഷേട്ടന് ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അനീഷേട്ടന് ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ആ രീതിയിലുള്ള സ്നേഹമല്ല എന്ന് അനുമോള് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ പല അനീഷ് ഫാൻസും പറയുന്നൊരു കാര്യമുണ്ട്, അനുമോള് അനീഷിനോട് പല രീതിയിലുള്ള ആക്ഷനും പ്രണയത്തിന്റെ സിമ്പലൊക്കെ കൊടുത്ത കാരണമാണ് അനീഷ് അനുമോളെ പ്രേമിച്ചത് എന്ന്. അതായത് ഷാനവാസും അനുമോളും കൂടി അനീഷിനോട് കുറെ തമാശകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തെറ്റിദ്ധരിച്ചാണ് അനീഷ് അനുമോളോട് ഈ സംഭവം പറഞ്ഞത് എന്നുള്ളതാണ്. എന്ത് മണ്ടത്തരമാണ് പറയുന്നത്. അനീഷിന് ഇത്രയ്ക്കും ബോധമില്ലേ? അത് തമാശയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരം പോലും അനീഷിനില്ലേ? ഇതാണോ നിങ്ങളുടെ രായാവിന്റെ അവസ്ഥ? നിങ്ങളും മന്ദബുദ്ധികളാണോ? അനുമോൾ അവിടെ ചെയ്ത കാര്യം എന്താണ് എന്ന് കൃത്യമായിട്ടറിയാം. എനിക്ക് അനുമോളോട് വലിയ താല്പര്യമൊന്നുമില്ല, അതായത് ഞാൻ അനുമോൾ ഫാനും അല്ല. പക്ഷേ അനുമോള് അവിടെ തമാശ കാണിച്ചതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. അതില്ലാത്തതാണ് അനീഷിന് പറ്റിയ മിസ്റ്റേക്ക്. ആ തമാശകൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതാണ്. അനുമോൾ അനീഷിനോട് കണ്ണടയ്ക്കുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം തമാശയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അതെല്ലാവർക്കും ഉണ്ടാവും. അനീഷിന്റെ ചിരി ആ സമയത്ത് അത് പ്രണയത്തിന്റെ ചിരിയാണ് എന്ന് എങ്ങനെ മനസ്സിലാവും? അനുമോളും ഷാനവാസും അതുപോലെ മറ്റുള്ളവരെല്ലാവരും വിചാരിച്ചത് ആ കോമഡി ആസ്വദിക്കുന്നു എന്നാണ്. ഈ പുള്ളി പ്രണയമാണ് അവിടെ ആസ്വദിക്കുന്നത് എന്ന് ആർക്കെങ്കിലും മനസ്സിലാവോ? അവിടെ അനുമോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അനുമോളുടെ ഭാഗത്ത് തെറ്റ് നോ പറയാൻ സ്വീകരിച്ച വഴിയാണ്. അവിടെ ചിരിച്ചു കളിച്ച് അതിപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനെ, അവിടെ നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയുക തന്നെ വേണം. അവിടെയാണ് അനുമോൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ട്. അനുമോൾക്ക് അനീഷിനെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. അനീഷിന് ഇഷ്ടമാണ്, പക്ഷെ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ ക്ലോസ് ആയി. ഇനി അതിന്റെ പുറകെ അങ്ങ് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.